Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഈ കഥയുടെ തലക്കെട്ട് ക്രോസ് ആൻഡ് ഔൾസ്. ഈ കഥയിൽ നിന്നും തീർച്ചയായും നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. Once there was a huge banyan tree where thousands of crows lived. Once പണ്ടൊരിക്കൽ there was ഉണ്ടായിരുന്നു a huge banyan tree. banyan tree എന്നാൽ ആൽവൃക്ഷം. ഹ്യൂജ് എന്നാൽ വലിയ. പണ്ടൊരിക്കൽ ഒരു വലിയ ആൽവൃക്ഷം ഉണ്ടായിരുന്നു. വേർ അവിടെ തൗസൻഡ്സ് ഓഫ് ക്രോസ് ലിവ്ഡ്. തൗസൻഡ്സ് ഓഫ് എന്നാൽ ആയിരക്കണക്കിന് കാക്കകൾ ജീവിച്ചിരുന്നു. നിയർ ബൈ ദർ വാസ് എ കേവ് വേർ തൗസൻഡ്സ് ഓഫ് ഔൾസ് ഹാഡ് ദെയർ ഹോംസ്. നിയർ ബൈ അടുത്തായി, ദർ വാസ് ഉണ്ടായിരുന്നു, കേവ് എ കേവ് എന്നാൽ ഒരു ഗുഹ. ദർ വാസ് എ കേവ് അവിടെ അടുത്തായിട്ട് ഒരു ഗുഹ ഉണ്ടായിരുന്നു. വേർ അവിടെ തൗസൻഡ്സ് ഓഫ് ഔൾസ് ഹാഡ് ദെയർ ഹോംസ് ആയിരക്കണക്കിന് മൂങ്ങകൾ ഉണ്ടായിരുന്നു. അവരുടെ വീടുകളും അവിടെ ഉണ്ടായിരുന്നു. ദ ഔൾസ് വുഡ് ഹണ്ട് ദ ക്രോസ് അറ്റ് നൈറ്റ്. ദ ഔൾസ് മൂങ്ങകൾ വുഡ് ഹണ്ട് വേട്ടയാടാറുണ്ടായിരുന്നു. ഹണ്ട് എന്നാൽ വേട്ടയാടുക. മൂങ്ങകൾ വേട്ടയാടാറുണ്ടായിരുന്നു. ദ ക്രോസ് കാക്കകളെ അറ്റ് നൈറ്റ് രാത്രിയിൽ. രാത്രി സമയത്ത് മൂങ്ങകൾ കാക്കകളെ വേട്ടയാടാറുണ്ടായിരുന്നു. എവറി ഡേ മെനി ക്രോസ് വേർ കിൽഡ് ബൈ ദ ഔൾസ്. എവറി ഡേ എല്ലാ ദിവസവും മെനി ക്രോസ് ഒരുപാട് കാക്കകൾ വേർ കിൽഡ് കൊല്ലപ്പെട്ടിരുന്നു. ബൈ ദ ഔൾസ് മൂങ്ങകളാൽ എല്ലാ ദിവസവും ഒരുപാട് കാക്കകൾ കൊല്ലപ്പെടാറുണ്ടായിരുന്നു. The main reason was that the crows could not see well at night. The main reason മുഖ്യമായും അതിനുള്ള കാരണം, കൊല്ലപ്പെടാനുള്ള കാരണം ആയിരുന്നു. എന്തായിരുന്നു? that the crows could not see കാക്കകൾക്ക് സാധിക്കില്ലായിരുന്നു. could not see കാണാൻ സാധിക്കില്ലായിരുന്നു. well വളരെ നന്നായിട്ട് at night രാത്രിയിൽ കാക്കകൾക്ക് വളരെ നന്നായിട്ട് കാണാൻ സാധിക്കില്ലായിരുന്നു. അതായിരുന്നു പ്രധാന കാരണം, വേട്ടയാടപ്പെടാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. വൈൽ ദ ഔൾസ് അതേസമയം മൂങ്ങകൾ ബീയിങ് നൈറ്റ് ബേർഡ്സ്. നൈറ്റ് ബേർഡ് എന്നാൽ രാത്രിയിൽ ആക്റ്റീവാകുന്ന പക്ഷികൾ. അത്തരത്തിലുള്ള പക്ഷികളായതിനാൽ കുഡ് സീ ക്ലിയർലി ആൻഡ് ഫൈൻഡ് എക്സാക്ട്ലി വേർ ദ ക്രോസ് വേർ സിറ്റിംഗ്. മൂങ്ങകൾ രാത്രി നൈറ്റ് ബേർഡ്സുകളായതിനാൽ രാത്രി കണ്ണു കാണുന്ന പക്ഷികളായതിനാൽ കുഡ് സീ അവകൾക്ക് സാധിക്കുമായിരുന്നു. ക്ലിയർലി എന്നാൽ വ്യക്തമായി. ആൻഡ് ഫൈൻഡ് എക്സാക്ട്ലി കൃത്യമായും അവകളെ കണ്ടെത്താനും സാധിക്കുമായിരുന്നു. വേർ ദ ക്രോസ് വേർ സിറ്റിംഗ് കാക്കകൾ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് കണ്ടെത്താനും കാണാനും മൂങ്ങകൾക്ക് അതേസമയം സാധിക്കുമായിരുന്നു. The poor crows couldn't fly away to safety in time and became an easy prey for the owls. The poor crows പാവപ്പെട്ട കാക്കകൾ couldn't fly away അവകൾക്ക് പറന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. to safety സുരക്ഷിതമായിട്ട്. in time എന്നാൽ കൃത്യസമയത്ത് പെട്ടെന്ന് തന്നെ. ആൻഡ് became അങ്ങനെ ആയിത്തീർന്നു an easy prey for the owls. prey എന്നാൽ ഇര. ആ മൂങ്ങകൾക്ക് ഇവിടെ പാവം കാക്കകൾക്ക് എന്താണ് പെട്ടെന്ന് പറന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ കാക്കകൾ ആയി മാറി മൂങ്ങകൾക്ക് ഒരു ഈസി ആയിട്ടുള്ള പെട്ടെന്ന് പിടികൂടാൻ സാധിക്കുന്ന ഇരകളായി മാറി. സൂൺ വൈകാതെ ദ നമ്പർ ഓഫ് ക്രോസ് became മച്ച് സ്മോളർ. അങ്ങനെ ധാരാളം കാക്കകൾ ഒരു ചെറിയ എണ്ണമായിട്ട് മാറി. ദ കിങ് ഓഫ് ദ ക്രോസ് വെരി വറീഡ് അബൌട്ട് ദ റെഗുലർ ഒക്കറൻസ്. ദ കിങ് ഓഫ് ദ ക്രോസ് കാക്കകളുടെ രാജാവ് വാസ് വെരി വറീഡ് വളരെ വ്യാകുലതപ്പെട്ടു, വളരെ ദുഃഖിതനായി. എബൌട്ട് ദിസ് റെഗുലർ ഒക്കറൻസ് എന്നാൽ സംഭവം. ഈ പതിവായിട്ട്, റെഗുലർ എന്നാൽ പതിവായ,
റെഗുലർ ഒക്കറൻസ് പതിവായിട്ടുള്ള സംഭവം. അതിൽ കാക്കകളുടെ രാജാവ് ദുഃഖിതനായി, അദ്ദേഹം വ്യാകുലതപ്പെട്ടു. ഹി കോൾഡ് എ മീറ്റിംഗ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. ഹി കോൾഡ് എ മീറ്റിംഗ്, അദ്ദേഹം ഒരു യോഗത്തിന് വിളിച്ചു, ഒരു മീറ്റിങ്ങിന് വിളിച്ചു. ടു ഫൈൻഡ്, കണ്ടെത്താൻ വേണ്ടി. എ സൊല്യൂഷൻ, ഒരു പരിഹാരം. ടു ദ പ്രോബ്ലം, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ചു. പേർച്ച്ഡ് ഹൈ ഓൺ ഹിസ് ത്രോൺ ഓഫ് ബ്രാൻഡ്സ്. പേർച്ച് എന്നാൽ അർത്ഥം ചേക്കേറുക എന്നാണ് അർത്ഥം. ത്രോൺ എന്നാൽ ആധിപത്യം, സിംഹാസനം, ഇതൊക്കെയാണ് അർത്ഥം. ബ്രാഞ്ചസ് എന്നാൽ ചില്ലകൾ, ശിഖിരങ്ങൾ. രാജാവായിട്ടുള്ള കാക്കയുടെ സിംഹാസനം, ആ ശിഖിരത്തിലേക്ക് എല്ലാ കാക്കകളും ചേക്കേറി. ദ ക്രോ കിങ് സ്പോക്ക് വിത്ത് എ കൺസേൺ ടു ഹിസ് ഗ്യാതേർഡ് സബ്ജക്ട്സ്. ദ ക്രോ കിങ്, രാജാവായിട്ടുള്ള കാക്ക, സ്പോക്ക്, സംസാരിച്ചു. സ്പീക്ക് എന്നതിൻ്റെ പാസ്റ്റാണ് സ്പോക്ക്. സ്പീക്ക് എന്നാൽ സംസാരിക്കുക, അതിൻ്റെ പാസ്റ്റാണ് സ്പോക്ക്, സംസാരിച്ചു. കൺസേൺ എന്നാൽ ഉത്കണ്ഠ. രാജാവായിട്ടുള്ള കാക്ക ഉത്കണ്ഠയോടെ സംസാരിച്ചു. ടു ഹിസ് ഗ്യാതേർഡ് സബ്ജക്ട്സ്. ഗ്യാതേർഡ് എന്നാൽ ഒരുമിച്ച് കൂടിയ. സബ്ജക്റ്റ് എന്നാൽ ഇവിടെ അർത്ഥം പ്രജ എന്നുള്ള അർത്ഥമാണ്. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇവിടെ അർത്ഥം പ്രജ എന്നുള്ള അർത്ഥമാണ്. സബ്ജക്ട്സ്, പ്രജകൾ. അവിടെ ഒരുമിച്ച് കൂടിയ അദ്ദേഹത്തിൻ്റെ പ്രജകളോട് രാജാവായിട്ടുള്ള കാക്ക വളരെ ഉത്കണ്ഠയോടെ സംസാരിച്ചു. ഔൾസ് ആർ കില്ലിങ് അവർ ഫെലോസ് ഡെയിലി. ഫെലോസ് എന്നാൽ കൂട്ടുകാർ എന്നാണ് അർത്ഥം, ചങ്ങാതിമാർ. ഔൾസ് ആർ കില്ലിങ്, മൂങ്ങകൾ കൊലപ്പെടുത്തുന്നു. അവർ ഫെലോസ് ഡെയിലി, ദിവസവും നമ്മുടെ ചങ്ങാതിമാരെ മൂങ്ങകൾ കൊലപ്പെടുത്തുന്നു. ഇൻ ദ നൈറ്റ്, രാത്രിയിൽ. വി കാൺട്ട് സീ വെൽ, നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുകയില്ല. വി കാൺട്ട് എന്നാൽ നമുക്ക് സാധിക്കുകയില്ല. സീ വെൽ, നന്നായി കാണാൻ രാത്രിയിൽ നമുക്ക് സാധിക്കുകയില്ല. ആൻഡ് ദ ഔൾസ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഡാർക്ക്നെസ് ടു ഹണ്ട് അവർ കിൻ. ആൻഡ് ദ ഔൾസ്, അങ്ങനെ മൂങ്ങകൾ. ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എന്നാൽ അവസരം മുതലെടുക്കുക എന്നാണ് അർത്ഥം. ഓഫ് ദിസ് ഡാർക്ക്നെസ്, രാത്രിയിൽ. മൂങ്ങകൾ അവസരം മുതലെടുക്കുന്നു. ടു ഹണ്ട് അവർ കിൻ, ഹണ്ട് എന്നാൽ വേട്ടയാടുക. കിൻ എന്നാൽ അർത്ഥം ബന്ധുക്കൾ എന്നാണ് അർത്ഥം. അവർ എന്നാൽ നമ്മുടെ. രാത്രിയെ മുതലെടുത്തുകൊണ്ട്, ആ അവസരം മുതലെടുത്തുകൊണ്ട് മൂങ്ങകൾ നമ്മുടെ ബന്ധുക്കളെ വേട്ടയാടുന്നു. ടെൽ മീ, എന്നോട് പറയുക. വാട്ട് ഷുഡ് വി ഡു, നമ്മൾ എന്ത് ചെയ്യണം. എന്നോട് പറയൂ, നമ്മൾ എന്ത് ചെയ്യണം. ആഫ്റ്റർ എ ലോട്ട് ഓഫ് ഡിസ്കഷൻ, ഒരുപാട് ചർച്ചകൾക്ക് ശേഷം. ദ ക്രോസ് ഫൈനലി ഫൗണ്ട് എ ക്ലവർ ഐഡിയ. ക്ലവർ എന്നാൽ വിദഗ്ധമായ, വിരുതുള്ള, കൗശലമായ, ഇതൊക്കെയാണ് അർത്ഥം. ഫൗണ്ട് എന്നാൽ കണ്ടെത്തി. ഫൈനലി എന്നാൽ അവസാനം. ഒരുപാട് ചർച്ചകൾക്ക് ശേഷം കാക്കകൾ അവസാനം ഒരു മിടുക്കുള്ള, സമർത്ഥമായ ഒരു ആശയം കണ്ടെത്തി. They worked out the details of their plan and decided to put into action the next day. They worked out, അവർ ആസൂത്രണം ചെയ്തു. The details of their plan, അവരുടെ പദ്ധതിയുടെ വിശദമായ വിവരങ്ങൾ അവർ ആസൂത്രണം ചെയ്തു. And decided, അവർ തീരുമാനിച്ചു. Put into action എന്നാൽ അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട്. The next day, അടുത്ത ദിവസം. അവർ അവരുടെ പദ്ധതിയുടെ വിശദമായി ആസൂത്രണം നടത്തി. എന്നിട്ട് അവർ തീരുമാനിച്ചത് പ്രവർത്തിക്കാൻ, അടുത്ത ദിവസം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. ആസ് പെർ ദ പ്ലാൻ, പദ്ധതി അനുസരിച്ച്, പ്ലാൻ അനുസരിച്ച്. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം. എ ഡ്രാമ വാസ് സ്റ്റേജ്ഡ് നിയർ ദ കേവ് ഓഫ് ദ ഔൾസ്. ഇവിടെ സ്റ്റേജ് എന്നതിന് അവതരിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. എ ഡ്രാമ വാസ് സ്റ്റേജ്ഡ്, ഒരു നാടകം നടത്തി. നിയർ ദ കേവ് ഓഫ് ദ ഔൾസ്, മൂങ്ങകളുടെ. കേവ് എന്നാൽ ഗുഹ. മൂങ്ങകളുടെ ഗുഹയുടെ അടുത്തായിട്ട് അടുത്ത ദിവസം ഒരു നാടകം നടത്തി, ഒരു നാടകം അവതരിപ്പിച്ചു. ദ ക്രോ കിങ് ഷൗട്ടഡ് ഓൺ ആൻ ഓൾഡ് ക്രോ. ദ ക്രോ കിങ്, രാജാവായിട്ടുള്ള കാക്ക.
ഷൗട്ടഡ് ആക്രോശിച്ചു ഓൺ ആൻ ഓൾഡ് ക്രോ. ഓൾഡ് ക്രോ എന്നാൽ പ്രായമായ കാക്ക. ഒരു പ്രായമായ കാക്കയോട് രാജാവായിട്ടുള്ള കാക്ക ആക്രോശിച്ചു. യു ആർ ഡിസ്ലോയൽ. ഡിസ്ലോയൽ എന്നാൽ വിശ്വസ്തതയില്ലാത്ത, കൂറില്ലാത്ത, ഇതൊക്കെയാണ് അർത്ഥം. നീ കൂറില്ലാത്തവനാണ്. യു ആർ ഡയർ ടു സ്പീക്ക് പ്രൈസസ് ഓഫ് ദ ഔൾസ്. യു ആർ ഡയർ നീ ധൈര്യപ്പെടുന്നു, ടു സ്പീക്ക് സംസാരിക്കാൻ, പ്രൈസസ് ഓഫ് ദ ഔൾസ് മൂങ്ങകളെ പ്രകീർത്തിക്കാൻ നീ ധൈര്യപ്പെടുന്നു. ഡയർ എന്നാൽ ധൈര്യപ്പെടുക. മൂങ്ങകളെ പ്രകീർത്തിച്ച് സംസാരിക്കാൻ നീ ധൈര്യപ്പെടുന്നു. യു ആർ നോട്ട് വൺ ഓഫ് അസ്. യു ആർ നോട്ട് വൺ ഓഫ് അസ് എന്നാൽ നീ ഞങ്ങളിൽപ്പെട്ടവനല്ല എന്നാണ് അർത്ഥം. നീ ഞങ്ങളിൽപ്പെട്ടവനല്ല. യു ആർ ഫെയ്ത്ത്ഫുൾ ടു ദ ഔൾസ്. ഫെയ്ത്ത്ഫുൾ എന്നാൽ വിശ്വസ്തനായ എന്നുള്ള അർത്ഥമാണ്, ഭക്തി നിറഞ്ഞ. യു ആർ ഫെയ്ത്ത്ഫുൾ ടു ദ ഔൾസ് നീ മൂങ്ങകളോട് വിശ്വസ്തതയുള്ളവനാണ്. യു ആർ ബിട്രേ അവർ ട്രസ്റ്റ് ബൈ പ്രൈസിങ് അവർ എനിമീസ്. ബിട്രേ എന്നാൽ അർത്ഥം വഞ്ചിക്കുക, ഒറ്റിക്കൊടുക്കുക, ഇതൊക്കെയാണ് അർത്ഥം. മറ്റൊരർത്ഥം വിശ്വാസവഞ്ചനം ചെയ്യുക. ഞങ്ങളുടെ വിശ്വാസത്തെ നീ വഞ്ചിച്ചു, നീ ഞങ്ങളെ വഞ്ചിച്ചു. ബൈ പ്രൈസിങ് അവർ എനിമീസ്. എനിമീസ് എന്നാൽ ശത്രുക്കൾ. ഞങ്ങളുടെ ശത്രുക്കളെ പുകഴ്ത്തിക്കൊണ്ട്, പ്രശംസിച്ചുകൊണ്ട് നീ ഞങ്ങളുടെ വിശ്വാസത്തെ വഞ്ചിച്ചു. ഹൗ ക്യാൻ വി ട്രസ്റ്റ് സംവൺ ഹു അലയൻസ് വിത്ത് ദോസ് ഹു വാണ്ട്സ് അസ് ഡിസ്ട്രോയിഡ്. ഹൗ ക്യാൻ വി ട്രസ്റ്റ് ഞങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും, സംവൺ ഒരാളെ, ഹു അലയൻസ്. അലൈൻ എന്നാൽ ഇവിടെ അർത്ഥം സഖ്യത്തിലാകുക, യോജിപ്പിലാകുക, ഇതൊക്കെയാണ് അർത്ഥം. വിത്ത് അവരുമായിട്ട്, വിത്ത് ദോസ് ഹു വാണ്ട് അസ് ഡിസ്ട്രോയിഡ് നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ, അതാരാണോ അവരുടെ കൂടെ യോജിപ്പിലായിട്ടുള്ള ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും. ഡിസ്ട്രോയ് എന്നാൽ നശിപ്പിക്കുക, ഉന്മൂലനം ചെയ്യുക, ഇതൊക്കെയാണ് അർത്ഥം. The king of the crows pretended to beat up the old crow. The king of the crows കാക്കകളുടെ രാജാവ് പ്രിറ്റൻഡ് എന്നാൽ അർത്ഥം വേഷം കാട്ടുക, നടിക്കുക, ഭാവിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അഭിനയിക്കുക. പ്രിറ്റൻഡ് അഭിനയിച്ചു. ടു ബീറ്റ് അപ്പ് ദ ഓൾഡ് ക്രോ പ്രായമായ കാക്കയെ അടിക്കുന്നതായിട്ട് എന്താണ്, അങ്ങനെ ആ കാക്കകളുടെ രാജാവ് അഭിനയിച്ചു. They sprinkled a goat's blood on the old crow to make it seem as if he was injured and bleeding. They sprinkled. Sprinkle എന്നാൽ ഇവിടെ അർത്ഥം തളിക്കുക എന്നുള്ള അർത്ഥമാണ്. They sprinkled അവർ തളിച്ചു. A goat's blood ഒരു ആടിൻ്റെ രക്തം. On the old crow to make it seem as if he was injured and bleeding. On the old crow ആ പ്രായമായ കാക്കയുടെ ശരീരത്തിൽ ഒരു ആടിൻ്റെ രക്തം അവർ തളിച്ചു. ടു മേക്ക് ഇറ്റ് ആക്കി തീർക്കാൻ വേണ്ടി. ഇറ്റ് സീം ആസ് ഇഫ് ഹി വാസ് ഇൻജോർഡ് ആൻഡ് ബ്ലീഡിങ്. ആസ് ഇഫ് എന്നാൽ എന്ന പോലെ എന്നാണ് അർത്ഥം. സീം എന്നാൽ കാണപ്പെടുക. ഇൻജോർഡ് ആൻഡ് ബ്ലീഡിങ് എന്നാൽ പരിക്കേറ്റ് രക്തസ്രാവം സംഭവിക്കൽ. അവർ ഒരു ആടിൻ്റെ രക്തം ആ പ്രായമായ കാക്കയുടെ ശരീരത്തിൽ തളിച്ചു. പരിക്കേറ്റ് രക്തസ്രാവം സംഭവിച്ചതാണ് എന്ന് കണ്ടാൽ തോന്നാൻ വേണ്ടി, അത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ ചെയ്തു. Then they left him lying there in a seemingly pitiable condition. Then പിന്നീട് they left him അവർ അവനെ ഉപേക്ഷിച്ചു, അവിടെ വച്ചു. lying there എങ്ങനെ കിടത്തി. in a seemingly pitiable condition. seemingly എന്നാൽ തോന്നും വിധം എന്നാണ് അർത്ഥം. pitiable എന്നാൽ ദയനീയമാം വിധം, ദയനീയമായ, ഇതൊക്കെയാണ് അർത്ഥം. മനസ്സലിവ് തോന്നുന്ന. കണ്ടീഷൻ എന്നാൽ അവസ്ഥ. പിന്നീട് അവർ അവനെ ഉപേക്ഷിച്ചു. അവനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സലിവ് തോന്നുന്ന പോലെ അത്തരത്തിലുള്ള അവസ്ഥയിൽ അവർ അവനെ അവിടെ കിടത്തി, എന്നിട്ട് അവിടം വിട്ടു പോയി. ദ ഔൾ കിങ് സീനിയർ മിനിസ്റ്റർ അഡ്വൈസ്ഡ് ദ ഔൾ കിങ് ടു അഡ്മിറ്റ് ദ വൂണ്ടഡ് ക്രോ ഇൻ ടു ദെയർ കിങ്ഡം. ദ ഔൾ കിങ് സീനിയർ മിനിസ്റ്റർ. ദ ഔൾ കിങ് സീനിയർ മിനിസ്റ്റർ എന്താണ്, മൂങ്ങകളുടെ രാജാവിൻ്റെ മുതിർന്ന മന്ത്രി. അഡ്വൈസ്ഡ് ഉപദേശിച്ചു, നിർദ്ദേശിച്ചു. ദ ഔൾ കിങ് മൂങ്ങ രാജാവിനോട് അഭ്യർത്ഥിച്ചു, അപേക്ഷിച്ചു. ടു അഡ്മിറ്റ് ദ വൂണ്ടഡ് ക്രോ
എന്തിന് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടത്തി ചികിത്സിക്കാൻ വേണ്ടി ദ വോണ്ടഡ് ക്രോ ആ പരിക്കേറ്റ കാക്കയെ ഇൻ ടു ദെയർ കിങ്ഡം അവരുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ഗുഹയിലേക്ക് കൊണ്ടുവന്ന് അവിടെ കിടത്തി ചികിത്സിക്കാൻ നിർദ്ദേശിച്ചു. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു, യുവർ മാജസ്റ്റി ഇവിടെ ഈ മൂങ്ങയുടെ രാജാവിനെ ബഹുമാനിച്ച് വിളിക്കുകയാണ്. യുവർ മാജസ്റ്റി, ദിസ് പുവർ ക്രോ ഈസ് ഇൻ ദിസ് മിസറബിൾ സ്റ്റേറ്റ്. മിസറബിൾ എന്നാൽ ദുരിതപൂർണമായ, സ്റ്റേറ്റ് എന്നാൽ അവസ്ഥ. ഈ പാവം കാക്ക ഈ ദുരിതപൂർണമായ അവസ്ഥയിലാണ്. ബിക്കോസ് ഹി പ്രൈസ്ഡ് us ടു ഹിസ് കിങ്. ബിക്കോസ് കാരണം, ഈ പാവം കാക്ക ദുരിതപൂർണമായ അവസ്ഥയിലായിരിക്കാൻ കാരണം. ഹി പ്രൈസ്ഡ് അവൻ, പ്രൈസ്ഡ് എന്നാൽ പ്രകീർത്തിച്ചു, സ്തുതിച്ചു. അസ് നമ്മളെ സ്തുതിച്ചു, പ്രകീർത്തിച്ചു. അതുകൊണ്ടാണ് ഇത്തരം അവസ്ഥയിലായിരിക്കാൻ കാരണം. ടു ഹിസ് കിങ് അവൻ്റെ രാജാവിനോട് നമ്മളെ പുകഴ്ത്തി സംസാരിച്ചു. ഹി ടോൾഡ് ദം ദാറ്റ് ഔൾസ് ആർ എ സുപ്പീരിയർ റേസ്. ഹി ടോൾഡ് ദം അവൻ അവരോട് പറഞ്ഞു, ദാറ്റ് ഔൾസ് ആർ എ സുപ്പീരിയർ റേസ്. സുപ്പീരിയർ എന്നാൽ ശ്രേഷ്ഠമായ, മേന്മയേറിയ. റേസ് എന്നാൽ വംശം. അവൻ അവരോട് പറഞ്ഞു, മൂങ്ങകൾ സ്ട്രോങ്ങർ ആൻഡ് സ്മാർട്ടർ ദാൻ ദം അവരെക്കാട്ടിലും ശക്തിയുള്ളവരും സാമർഥ്യമുള്ളവരുമാണ്. കാക്കകളെക്കാട്ടിലും സാമർഥ്യമുള്ളവരും ശക്തിയുള്ളവരുമാണ് ഈ വംശം. ഏത് വംശം? ഈ മൂങ്ങ വംശം എന്ന് അവൻ ആ പ്രായമായ പരിക്കേറ്റ കാക്ക മറ്റുള്ള കാക്കകളോട് പറഞ്ഞു. ആൻഡ് ദാറ്റ് ഔൾസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ദ കിങ് ഓഫ് ബേർഡ്സ്. ആൻഡ് ദാറ്റ് ആയതിനാൽ, അവരെക്കാട്ടിലും ശക്തിയുള്ളവരും സാമർഥ്യമുള്ളവരുമായതിനാൽ, ഔൾ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ്. റെക്കഗ്നൈസ് എന്നാൽ അർത്ഥം പദവി അംഗീകരിക്കുക എന്നാണ് അർത്ഥം. അംഗീകരിക്കുക, മൂങ്ങകളെ അംഗീകരിക്കണം. ആസ് ദ കിങ് ഓഫ് ബേർഡ്സ് പക്ഷികളുടെ രാജാവായിട്ട് മൂങ്ങകളെ അംഗീകരിക്കണം എന്ന് പരിക്കേറ്റ കാക്ക മറ്റുള്ള കാക്കകളോട് പറഞ്ഞു. അത് കാരണമാണ് ഈ കാക്കക്ക് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാകേണ്ടി വന്നത്. ബിക്കോസ് ഓഫ് ദിസ് ഇത് കാരണത്താൽ ഹി വാസ് ബീറ്റൺ അവൻ പ്രഹരിക്കപ്പെട്ടു, അവൻ മർദ്ദിക്കപ്പെട്ടു. ദ ഔൾ കിങ് സെഡ് രാജാവായിട്ടുള്ള മൂങ്ങ പറഞ്ഞു, ബ്രിങ് ഹിം ഇൻസൈഡ് ആൻഡ് ഹെൽപ്പ് ഹിം ഗെറ്റ് ബെറ്റർ ആൻഡ് ഹീൽ ഹിസ് ഇഞ്ചുറീസ്. ബ്രിങ് എന്നാൽ കൊണ്ടുവരിക. ബ്രിങ് ഹിം അവനെ കൊണ്ടുവരിക, ഇൻസൈഡ് അവനെ അകത്തേക്ക് കൊണ്ടുവരിക. ആൻഡ് ഹെൽപ്പ് ഹിം ഗെറ്റ് ബെറ്റർ ആൻഡ് ഹീൽസ് ഹിസ് ഇഞ്ചുറീസ്. ഹീൽ എന്നാൽ ചികിത്സിക്കുക, അവൻ്റെ മുറിവുകൾ ചികിത്സിക്കുക. അവനെ അകത്തേക്ക് കൊണ്ടുവരിക, അവനെ സഹായിക്കുക എന്ന് ഈ രാജാവായിട്ടുള്ള മൂങ്ങ പറഞ്ഞു. സോ അങ്ങനെ ദ ഓൾഡ് ക്രോ വാസ് ക്യാരീഡ് ഇൻ ടു ദ കേവ് ബൈ ദ ഔൾ കിങ്സ് സോൾജിയേഴ്സ്. ദ ഓൾഡ് ക്രോ വാസ് ക്യാരീഡ് ആ പ്രായമായ കാക്കയെ കൊണ്ടുവന്നു, അവനെ വഹിച്ചു കൊണ്ടുവന്നു. ഇൻ ടു ദ കേവ് ഗുഹയ്ക്കുള്ളിലേക്ക്. ബൈ ദ ഔൾ കിങ് സോൾജിയേഴ്സ് ആ രാജാവായിട്ടുള്ള മൂങ്ങയുടെ പട്ടാളക്കാരാൽ ആ പ്രായമായ കാക്കയെ അകത്തേക്ക് കൊണ്ടുവന്നു. സൂൺ വൈകാതെ ദ ഓൾഡ് ക്രോ മെയ്ഡ് എ ഫേവറബിൾ പ്ലേസ് ഫോർ ഹിംസെൽഫ് എമംഗ് ദ ഔൾസ്. ദ ഓൾഡ് ക്രോ പ്രായമായ കാക്ക മെയ്ഡ് ഉണ്ടാക്കിയ ഫേവറബിൾ പ്ലേസ്. ഫേവറബിൾ എന്നാൽ പ്രിയപ്പെട്ട, തൃപ്തികരമായ സ്ഥലം ഉണ്ടാക്കി. ഫോർ ഹിംസെൽഫ് അവനു വേണ്ടി. എമംഗ് ദ ഔൾസ് ആ മൂങ്ങകൾക്കിടയിൽ അവൻ ഒരു തൃപ്തികരമായ ഒരു സ്ഥലം ഉണ്ടാക്കി. മോസ്റ്റ് ഓഫ് ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദ ഔൾ കിങ്സ് കോർട്ട് വേർ ഇൻ ദ ഓൾഡ് ക്രോസ് ഫേവർ. മോസ്റ്റ് ഓഫ് ദ മിനിസ്റ്റേഴ്സ് ഒട്ടുമിക്ക മന്ത്രിമാരും ഓഫ് ദ ഔൾ കിങ്സ് കോർട്ട് ആ രാജാവായിട്ടുള്ള മൂങ്ങയുടെ കോർട്ടിലുണ്ടായിരുന്ന, കോർട്ട് എന്നാൽ ഇവിടെ സദസ്സ് എന്നുള്ള അർത്ഥം, രാജസദസ്സ്. ആ സദസ്സിലുണ്ടായിരുന്ന ഒട്ടുമിക്ക മന്ത്രിമാരും വേർ ഇൻ ദ ഓൾഡ് ക്രോസ് ഫേവർ. ഫേവർ എന്നാൽ അനുകൂല്യം, ഇഷ്ടപ്പെടുക, ഇതൊക്കെയാണ് അർത്ഥം. ഒട്ടുമിക്ക മന്ത്രിമാരും ആ പ്രായമായ കാക്കയോട് ഇഷ്ടമുള്ളവരായിരുന്നു. There were only one or two who opposed him. There were അവിടെ ഉണ്ടായിരുന്നു only one or two ഒന്നോ രണ്ടോ പേര് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. who opposed him ആ കാക്കയ്ക്ക്
എതിരായിട്ട് ഇഷ്ടപ്പെടാത്തവരായിട്ട് അവിടെ ഒന്നോ രണ്ടോ പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സേയിങ് ദാറ്റ് പറഞ്ഞുകൊണ്ട്, ആഫ്റ്റർ ഓൾ എന്നാൽ എന്ത് തന്നെയാണെങ്കിലും എന്നുള്ള അർത്ഥമാണ്. എ ക്രോ ഈസ് എൻ എനിമി. എന്ത് തന്നെയായാലും ഒരു കാക്ക നമ്മുടെ ശത്രുവാണ്. ഒരു കാക്ക എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ശത്രുവാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഒന്നോ രണ്ടോ പേർ മാത്രമായിരുന്നു അവന് എതിരായിട്ട് ഉണ്ടായിരുന്നത്. ബട്ട് ദ ഓപ്പോസിഷൻ വാസ് ക്വയറ്റ് വീക്ക്. പക്ഷേ ദ ഓപ്പോസിഷൻ ആ എതിരായിട്ടുള്ളവർ വാസ് ക്വയറ്റ് വീക്ക് പൂർണ്ണമായും ദുർബലരായിരുന്നു. അതായത് അവർ കുറച്ച് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദ ക്രോ കണ്ടിന്യൂഡ് ലിവിങ് വിത്ത് ദ ഔൾസ്. ആ കാക്ക ആ മൂങ്ങകളുടെ കൂടെ താമസിക്കൽ തുടർന്നുകൊണ്ടേയിരുന്നു. വൺ ഡേ ഒരു ദിവസം ഹി ഫൗണ്ട് ഹിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ബിഗാൻ ടു പുട്ട് ഹിസ് പ്ലാൻ ഇൻ ടു ആക്ഷൻ. ഓപ്പർച്യൂണിറ്റി എന്നാൽ അവസരം. ഹി ഫൗണ്ട് ഹിസ് ഓപ്പർച്യൂണിറ്റി അവൻ അവൻ്റെ അവസരം കണ്ടെത്തി, അത് മനസ്സിലാക്കി. ആൻഡ് ബിഗാൻ എന്നിട്ട് ആരംഭിച്ചു. ടു പുട്ട് ഹിസ് പ്ലാൻ ഇൻ ടു ആക്ഷൻ അവൻ്റെ പദ്ധതി പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് അവൻ അതിനുള്ള നടപടി ആരംഭിച്ചു. ഇറ്റ് വാസ് ഡേ ടൈം. അത് ഒരു പകൽ സമയമായിരുന്നു. സോ ദ ഔൾസ് വേർ അനേബിൾ ടു സീ എനിത്തിങ് ബിക്കോസ് ഓഫ് ദ സൺലൈറ്റ്. ഇറ്റ് വാസ് ഡേ ടൈം. അതൊരു പകൽ സമയമായിരുന്നു. സോ ആയതിനാൽ ദ ഔൾസ് വേർ അനേബിൾ ടു സീ. അനേബിൾ എന്നാൽ സാധ്യമല്ലാതിരിക്കുക എന്നാണ് അർത്ഥം. ദ ഔൾസ് വേർ അനേബിൾ ടു സീ എനിത്തിങ്. ആ പകൽ സമയമായതിനാൽ മൂങ്ങകൾക്ക് ഒന്നും കാണാൻ സാധിക്കില്ലായിരുന്നു. ബിക്കോസ് ഓഫ് ദ സൺലൈറ്റ്. സൂര്യപ്രകാശം കാരണം മൂങ്ങകൾക്ക് ഒന്നും കാണാൻ സാധിക്കില്ലായിരുന്നു. അതൊരു പകൽ സമയമായിരുന്നു. ദ അപ്പാരൻ്റ്ലി ഇഞ്ചേർഡ് ക്രോ ഗോട്ട് അപ്പ്. അപ്പാരൻ്റ്ലി എന്നാൽ തോന്നിക്കുന്ന എന്നാണ് അർത്ഥം. പ്രത്യക്ഷമായി, പ്രകടമായി. ഇതിൻ്റെ വിപരീതമായിട്ടുള്ള വാക്ക് ലിറ്ററലി എന്നാണ്. അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ നേർ ഓപ്പോസിറ്റാണ് പ്രത്യക്ഷമായി, പ്രകടമായി. പുറമേ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്ന, അതായത് പുറമേ കണ്ടു കഴിഞ്ഞാൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് തോന്നുന്ന കാക്ക. കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് തോന്നുക, എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, അഭിനയിക്കുകയാണ്. അതാണ് ദ അപ്പാരൻ്റ്ലി ഇഞ്ചേർഡ് ക്രോ ഗോട്ട് അപ്പ്. ആ കാക്ക പ്രകടമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്ന് പ്രകടമായിട്ട് തോന്നിക്കുന്ന കാക്ക ഗോട്ട് അപ്പ് എഴുന്നേറ്റു. ദ ഓൾഡ് ക്രോ സെഡ് ടു ഹിംസെൽഫ്. ദ ഓൾഡ് ക്രോ ആ പ്രായമായ കാക്ക സെഡ് ടു ഹിംസെൽഫ് അവനോട് തന്നെ പറഞ്ഞു, നൗ ഇറ്റ്സ് ടൈം ടു കം ഇൻ ആക്ഷൻ. ഇപ്പോൾ പ്രവർത്തിക്കേണ്ട സമയമാണ്, പ്രവർത്തനത്തിനുള്ള സമയമാണ്. ആൻഡ് ഗ്രാജ്വലി മെയ്ഡ് എ പൈൽ ഓഫ് 1,000 വുഡൻ ലോഗ്സ് അറ്റ് ദ മൗത്ത് ഓഫ് ദ ഔൾസ് കേവ്. ആൻഡ് ഗ്രാജ്വലി അങ്ങനെ മെല്ലെ മെല്ലെ മെയ്ഡ് ഉണ്ടാക്കി എ പൈൽ ഓഫ് 1,000 വുഡൻ ലോഗ്സ്. പയൽ എന്നാൽ കൂന എന്നാണ് അർത്ഥം, അട്ടി. ലോഗ് എന്നാൽ മുറിത്തടി, കുറ്റി, ഇതൊക്കെയാണ് അർത്ഥം, മരക്കുറ്റി. ആയിരക്കണക്കിന് മരക്കുറ്റികൾ കൊണ്ട് അവൻ ഒരു അട്ടി ഉണ്ടാക്കി. അറ്റ് ദ മൗത്ത് ഓഫ് ദ ഔൾസ് കേവ്. മൂങ്ങകളുടെ ഗുഹയുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു അട്ടി ഉണ്ടാക്കി. ദെൻ ഹി സെറ്റ് ഫയർ ടു ദ ലോഗ്സ്. സെറ്റ് ഫയർ എന്നാൽ തീ വയ്ക്കുക എന്നാണ് അർത്ഥം. ദെൻ പിന്നീട് ഹി സെറ്റ് ഫയർ അവൻ തീ വച്ചു. ടു ദ ലോഗ്സ് ആ ചില്ലകൾക്ക്, ആ മരക്കുറ്റികൾക്ക് അവൻ തീ വച്ചു. ദ ഫ്ലെയിംസ് ലീപ്ഡ് ഹൈ. ലീപ്പ് എന്നാൽ വർദ്ധിക്കുക എന്നാണ് അർത്ഥം, പെട്ടെന്ന് വർദ്ധിക്കുക. ദ ഫ്ലെയിംസ് തീജ്വാലകൾ, ലീപ്ഡ് ഹൈ പെട്ടെന്ന് ഉയരത്തിൽ വർദ്ധിച്ചു, നന്നായിട്ട് കത്തിപ്പിടിച്ചു. ആൻഡ് സൂൺ ദ ഹോൾ കേവ്. അങ്ങനെ വൈകാതെ പൂർണ്ണമായും ആ ഗുഹ മുഴുവനായും, ഇൻക്ലൂഡിങ് ഓൾ ദ ഔൾസ് ഇൻസൈഡ് ഇറ്റ് അതിനകത്തുള്ള മൂങ്ങകൾ അടക്കം, എല്ലാ മൂങ്ങകളും അടക്കം, വേർ ബേൺ ഡൗൺ ടു ആഷസ്. ആഷസ് എന്നാൽ ചാരം എന്നാണ് അർത്ഥം. അതിനകത്തുണ്ടായിരുന്ന മൂങ്ങകൾ എല്ലാം അടക്കം കത്തിച്ചാമ്പലായി. മോറൽ ഗുണപാഠം. ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം, എ ക്ലെവർ പ്ലാൻ ക്യാൻ ഡിഫീറ്റ് ഈവൻ സ്ട്രോങ്ങസ്റ്റ് എനിമീസ്. എ ക്ലെവർ പ്ലാൻ ക്യാൻ. ക്ലെവർ എന്നാൽ വിദഗ്ധമായ, സാമർഥ്യമുള്ള, ഇതൊക്കെയാണ് അർത്ഥം. വിദഗ്ധമായ ഒരു പദ്ധതിക്ക് സാധിക്കും, അതുകൊണ്ട് സാധിക്കും. ഡിഫീറ്റ് എന്നാൽ പരാജയപ്പെടുത്തുക.
ഈവൻ എന്നാൽ പോലും എന്നാണ് അർത്ഥം. ഈവൻ സ്ട്രോങ്ങസ്റ്റ് എനിമീസ്. വളരെ ശക്തരായ ശത്രുക്കളെപ്പോലും പരാജയപ്പെടുത്താൻ വളരെ വിദഗ്ധമായ പദ്ധതി കൊണ്ട് സാധിക്കും.